ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ അതെ ആ അതെ, അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും. ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാ പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ മുഖത്തോട് കയറിക്കും. ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ. എന്നിട്ട് അത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. 2015 ഈ പദ്ധതി 27 എയിംസ് എന്നാണ് വെച്ചിട്ടുള്ളത്. 23 ആയിട്ടുള്ളൂ. ആ 4 എണ്ണത്തിൽ നമ്മളാവണമെങ്കിൽ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസിത ഭാരതം എന്ന് പറയുന്ന മാപ്പിനകത്ത് വികസനത്തിന്റെ കണിക പോലും എത്തിച്ചേരാത്ത ആലപ്പുഴ പോലൊരു പ്രദേശത്ത് തന്നെ വേണമെന്ന് 2016 രാജ്യസഭ MP ആയത് മുതൽ അന്നത്തെ ആരോഗ്യമന്ത്രി, പിന്നെ അദ്ദേഹം പാർട്ടി പ്രസിഡന്റായി, വകുപ്പും മാറി, പിന്നെ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്രമന്ത്രിയായി, ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത്. അത് കഴിഞ്ഞ് വീണ്ടും നഡ്ഡാജി ഇപ്പൊ ആരോഗ്യമന്ത്രിയായപ്പോ ആലപ്പുഴ എന്ന് പറഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അത് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വികസനത്തിന്റെ കാര്യത്തിൽ കണിക്ക പോലും ചെന്ന് തൊടാത്ത, വികസനമില്ലാത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു പ്രദേശം ആലപ്പുഴ ജില്ലയാണ്. അവിടെ എയിംസ് പോലെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തിനും ഒരു ഉയർച്ചയാണ്. അങ്ങനെ നമുക്ക് വികസനത്തെ കാണാൻ പറ്റും. അല്ലാതെ എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്റെ തൊള്ളയ്ക്ക് വെച്ചിട്ട് അവസാനം എനിക്ക് ശ്വാസം മുട്ടുണ്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പൊ കൊച്ചിയിൽ ഇതിൽ കൂടുതൽ വികസനം എങ്ങനെ ഉൾക്കൊള്ളും? ഒരു സ്മാർട്ട് സിറ്റി വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് പോലെ ഒരുപാട് ബോട്ടിൽ നെക്കുകളാണ് അവിടെ. അപ്പൊ സ്മാർട്ട് സിറ്റി ഒക്കെ വന്ന സ്ഥിതിക്ക് കൊച്ചിക്ക് ഒരു വായു സഞ്ചാരം കൂടുതൽ കിട്ടുന്നതിന് ഈസിങ് എന്ന് പറയും, പ്രഷർ ഈസിങ്. അത് ആലപ്പുഴ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് വന്നാൽ പോലും വലിയ ഗുണം ചെയ്യും. ആശുപത്രിയെ സംബന്ധിച്ച് നമുക്ക് തൃശ്ശൂരിനോ കോഴിക്കോടിനോ തിരുവനന്തപുരത്തിനോ അങ്ങനെ ഒരു അധികം ആവശ്യം ഇപ്പൊ ഇല്ല. ആലപ്പുഴയ്ക്ക് അതുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്. ആലപ്പുഴയിൽ അത് വന്നു കഴിഞ്ഞാൽ കോട്ടയത്തിനും ഇടുക്കി ഭാഗങ്ങൾക്കും എല്ലാം, പിന്നെ കോട് അതുപോലെ വരും. അപ്പൊ ഏതാണ്ട് കമ്പം, തേനി വഴി മധുര വരെയുള്ള ഒരു വികസനം എന്ന് പറയുന്നത്, റോഡ് വികസനം ഇതിന്റെ പേരിൽ നടക്കും. അതുകൊണ്ടാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഇനി ആലപ്പുഴ ഒരു കാരണവശാലും അവർക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആവശ്യപ്പെടും, കേരളത്തിൽ നിന്ന് ആദ്യത്തെ BJP മണ്ഡലം എന്ന നിലയ്ക്ക് തൃശ്ശൂർ തന്നതുകൊണ്ട് തൃശ്ശൂർ അത് വേണം എന്ന് പറയുന്നത് സമരമായിരിക്കും. എന്റെ ഓഫീസിൽ ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്തിന് അപേക്ഷ കളക്ടർക്ക് വയ്ക്കണം. ഈ ഒരുപാട് തലവേദനകളാണ് ഇതിനകത്തുള്ള. ഇതിന്റെ വിഷയങ്ങൾ പറയുകയാണ്. KR സൗകര്യം നോക്കണം, പിന്നെ വാട്ടർ അതോറിറ്റി അല്ലേ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പരിശോധിക്കായി കളക്ടർ അതിന് വ്യക്തമായ മറുപടി തരും. ഇവിടെ ഉണ്ടോ? വളരെ കഷ്ടപ്പെട്ടാണ് കൃഷി ഇറക്കുന്നത്.
നംശയ വഴി അത് കൃഷിഭവൻ വഴി എല്ലാം കയറി പറയുന്നത് നമ്മൾ കൃഷി ഇറക്കി 140 പ്ലേകൾ കൊടുക്കുമ്പോൾ അവരൊക്കെ കടുംപെട്ടുണ്ട് ഒരു ഈ തൂക്കത്തിനും അവരെ ഏജന്റ് വന്ന് 5% വെട്ടിക്കളയും പൈസകൾ വെട്ടിക്കളയും അതുപോലെ ഈ പൈസ